ഇത്തരത്തിലുള്ള നാടകീയമായ സംഭവങ്ങൾ സർവകലാശാല ആസ്ഥാനത്ത് അരങ്ങേറുന്നത്. SFI പ്രവർത്തകർ സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ ഡോക്ടർ മോഹൻ കുന്നുമേലിന്റെ ചിത്രം ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള ചിത്രം ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുകയാണ്. അതിന് സമീപത്ത് ജീവനക്കാർ കൂടി നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായ തരത്തിൽ രജിസ്ട്രാർ നീക്കിയ നടപടിയിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാർ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങാനാണ് സാധ്യത. അതിന് മുന്നോടിയായി ജീവനക്കാർ പല സ്ഥലങ്ങളിലായി സംഘടിച്ച് എത്തുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സിസർ തോമസ് കൂടി ഇവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായാൽ വലിയ പ്രതിഷേധങ്ങൾക്ക് സർവകലാശാല ആസ്ഥാനം സാക്ഷ്യം പോലീസിനെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഈ സർവകലാശാല ആസ്ഥാനത്തെ പ്രധാന കവാടത്തിലടക്കം വിന്യസിച്ചിരിക്കുകയായിരുന്നു. സർവകലാശാല ആസ്ഥാനത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഡാൻ, ഒരു പ്രധാന കാര്യം കൂടി സംഭവിച്ചിരിക്കുകയാണല്ലോ. നേരത്തെ നമ്മൾ അത് ചർച്ച ചെയ്ത് വരികയായിരുന്നു. രജിസ്ട്രാർ സ്വാഭാവികമായിട്ടും ചുമതലയിൽ നിന്ന് മാറ്റപ്പെടുമെന്ന്. അത് തന്നെ സംഭവിച്ചിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും. അതായത് കോടതി ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പാണ് ഇങ്ങനെ സുപ്രധാനമായ ഒരു തീരുമാനം വൈസ് ചാൻസലർ ചുമതലയുള്ള ഡോക്ടർ സിസർ തോമസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് ഒരേ സമയം 2 രജിസ്ട്രാർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതായത് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന ഡോക്ടർ അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച് രജിസ്ട്രാർ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പുനഃസ്ഥാപിക്കുന്നു. അത് സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഡോക്ടർ സിസർ തോമസ്, വൈസ് ചാൻസലർ ചുമതലയുള്ള ഡോക്ടർ സിസർ തോമസ്, പ്ലാനിംഗ് ഡയറക്ടറായിരുന്ന ഡോക്ടർ മിനി കാപ്പനെ രജിസ്ട്രാറുടെ ചുമതല നൽകിയിരിക്കുന്നത്. അതായത് ജോയിന്റ് രജിസ്ട്രാറായിരുന്ന P ഹരികുമാറിന് കൈമാറിയിരുന്ന ചുമതലയാണ് ഇപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഡോക്ടർ മിനി കാപ്പന് കൈമാറിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധ സാഹചര്യങ്ങൾ സർവകലാശാല ആസ്ഥാനത്ത് ഉടലെടുക്കുന്നത്. ഡോക്ടർ സിസർ തോമസ് അല്പസമയത്തിനകം ഇവിടേക്ക് സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് എത്തിച്ചേരുമെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വഴിയിൽ അടക്കം ഈ പ്രതിഷേധ സാധ്യതകൾ SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള ഇടയുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് സുരക്ഷ കൂട്ടുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥരെ ഈ വാഹനം വരുന്ന വഴിയിൽ ഉൾപ്പെടെ വിന്യസിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അതിന് തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു നീക്കം. വലിയ പ്രതിഷേധം, അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായതിന് സമാനമായ തരത്തിലുള്ള പ്രതിഷേധം ഡോക്ടർ സിസർ തോമസിനെതിരെ ഇന്നും ഉണ്ടാകാനിടയുണ്ടായെന്നുള്ള കൃത്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സുരക്ഷ കൂട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെ സിസർ തോമസ് ഇവിടെ എത്തി ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ഏതാണ്ട് അല്പസമയത്തിനകം കോടതി ഈ കേസ് പരിഗണനയ്ക്ക് എടുക്കുമ്പോൾ സിൻഡിക്കേറ്റിന്റെ തീരുമാനം അനുകൂലിച്ചുകൊണ്ടൊരു നിലപാട് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന വിലയിരുത്തലിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും SFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളും ജീവനക്കാരുടെ സംഘടനകളും ഒക്കെ ഉള്ളത്. മറിച്ചൊരു തീരുമാനമുണ്ടായാൽ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും, നിയമ പോരാട്ടങ്ങളിലേക്ക് തന്നെ നയിക്കും. അതിനിടയിൽ ഗവർണർ തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായ റിപ്പോർട്ട് വൈസ് ചാൻസലറോട് തേടിയിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഗവർണർ തേടിയിരിക്കുന്ന റിപ്പോർട്ടിന് വൈസ് ചാൻസലർ ഡോക്ടർ സിസർ തോമസ് നൽകുന്ന മറുപടി ഈ വിഷയത്തിൽ ശ്രദ്ധേയമായി മാറും. അതായത് തന്റെ അസാന്നിധ്യത്തിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനത്തിന് നിയമസാധുതയില്ല എന്ന ഏറ്റവും സുപ്രധാനമായ കാര്യമായിരിക്കും അവർ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുക എന്നാണ് വിവരം. മാത്രവുമല്ല നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാനുള്ള നീക്കമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതെന്നും ഡോക്ടർ സിസർ തോമസിന്റെ റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകുമെന്നാണ് സൂചന. അതോടൊപ്പം താൻ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയ രജിസ്ട്രാറെ, സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറെ എന്തടിസ്ഥാനത്തിലാണ് തിരികെ ഇവിടെ ഇന്നലെ ജോലിയിൽ പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടായത്, അതെങ്ങനെ അംഗീകരിക്കാനാവും എന്ന കാര്യവും അവർ ഉയർത്തിക്കാണിക്കും. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ജോയിന്റ് രജിസ്ട്രാർക്ക് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാൻ വൈസ് ചാൻസലർ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് നിർദ്ദേശം നൽകിയത്. പക്ഷേ അങ്ങനെയൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ അവർ തയ്യാറായില്ല. മാത്രവുമല്ല P ഹരികുമാർ 2 ആഴ്ചത്തേക്ക് അവധിയിൽ പ്രവേശിക്കാനുള്ള നീക്കം നടത്തുകയും ചെയ്തു. അതിനിടയിലാണ് ഇപ്പോൾ അത്യന്തം നാടകീയമായ രംഗങ്ങൾ. ഡോക്ടർ മോഹൻ കുന്നുമേലിന്റെ ചിത്രം ഫ്ലക്സ് പ്രധാന കവാടത്തിൽ സ്ഥാപിച്ചുകൊണ്ട് SFI അവരുടെ പ്രതിഷേധം ശക്തമാക്കുന്നത്. അല്പസമയത്തിനകം സിസർ തോമസ് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തും. സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് അവർ പുറപ്പെട്ടു കഴിഞ്ഞു എന്നാണ് വിവരം. അങ്ങനെയാണെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവർ സർവകലാശാല ആസ്ഥാനത്തെത്തും. കനത്ത പോലീസ് സന്നാഹം, SFIയുടെ പ്രതിഷേധം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡാൻ, മറ്റൊരു കാര്യം, കൗതുകകരമായ കാര്യങ്ങളാണല്ലോ. മിനി കാപ്പനോട് ഇന്ന് തന്നെ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുക്കുവാൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവരും സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുമോ? അതിലെന്താണ് സാങ്കേതികമായ കാര്യങ്ങൾ? KS അനിൽകുമാർ ഇപ്പോൾ തന്നെ സർവകലാശാല ആസ്ഥാനത്തില്ലേ?
ഡോക്ടർ മിനി കപ്പൻ സർവകലാശാല ആസ്ഥാനത്ത് നിലവിലുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളുണ്ട്. പക്ഷെ അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ അല്പസമയത്തിനകം നിലവിലെ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഡോക്ടർ മിനി കപ്പൻ ഈ ചുമതല ഏറ്റെടുക്കാൻ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താനാണ് സാധ്യത. പക്ഷേ അത് ഇടത് പ്രവർത്തകർ, SFI പ്രവർത്തകർ, അപ്പോൾ ജീവനക്കാർ ഒക്കെ ചേർന്ന് അതിനെ ഏത് തരത്തിൽ ആ നടപടിയോട് അവരുടെ പ്രതികരണം ഏത് തരത്തിലായിരിക്കുമെന്നതാണ് ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. അല്പസമയത്തിനകം ഡോക്ടർ മിനി കപ്പൻ ഈ ചുമതല ഏറ്റെടുക്കാനാണ് സാധ്യത. പക്ഷേ രജിസ്ട്രാറുടെ ഓഫീസിന് പുറത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട്. അവർക്കൊപ്പം രജിസ്ട്രാറായിരുന്ന അനിൽകുമാറുണ്ട്. അവർക്ക് നിലവിലൂടെ എങ്ങനെ ഡോക്ടർ മിനി കപ്പന് ഈ ചുമതല ഏറ്റെടുക്കാൻ കഴിയുമെന്ന ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യമുണ്ട്. അതിനിടയിലാണ് പ്രതിഷേധം ശക്തമാക്കുമെന്ന സൂചന നൽകിക്കൊണ്ട് SFIയുടെ നേതൃത്വത്തിൽ ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ ചിത്രം ഈ പ്രധാന കവാടത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനെ പരിഹസിച്ചുകൊണ്ടുള്ള ചിത്രവുമായിട്ട് SFI രംഗത്തെത്തിയിരിക്കുകയാണ്. അതിനാൽ തന്നെ പ്രതിഷേധം കനക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡോക്ടർ സിസ തോമസ് 2 നിർണായക നിയമനങ്ങൾ നടത്തിക്കഴിഞ്ഞു. 2 സുപ്രധാന പദവികളിലേക്ക് 2 പുതിയ ആളുകൾക്ക് വെച്ചു കഴിഞ്ഞു. അതിലൊന്ന് രജിസ്ട്രാറാണ്. രജിസ്ട്രാറുടെ ചുമതല ഡോക്ടർ മിനി ആനന്ദിന് നൽകുന്നു. ജോയിന്റ് രജിസ്ട്രാറുടെ ഡോക്ടർ മിനി കാപ്പന് നൽകുന്നു. ജോയിന്റ് രജിസ്ട്രാറുടെ ചുമതല ഹേമ ആനന്ദിനും നൽകുകയാണ്. അങ്ങനെ 2 രജിസ്ട്രാർമാരും 2 ജോയിന്റ് രജിസ്ട്രാർമാരുമാണ് ഇപ്പോൾ സർവകലാശാലയിൽ. എന്തായാലും ജോയിന്റ് രജിസ്ട്രാർ ഹരികുമാർ അവധിയിൽ പോയിരിക്കുകയാണ്. പക്ഷേ രജിസ്ട്രാർ KS അനിൽകുമാർ ഇപ്പോഴും സർവകലാശാല ആസ്ഥാനത്തുണ്ട്. മിനി കാപ്പനും അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് സൂചനകൾ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. SFI സമരരംഗത്താണ്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും വൈസ് ചാൻസലർക്കെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞു. അതേസമയം BJP അനുഭാവികളായ സിൻഡിക്കേറ്റ് അംഗങ്ങളും ABVP പോലെയുള്ള സംഘടനകളും വൈസ് ചാൻസലർക്ക് അനുകൂലമായിട്ടാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഒരു സംഘർഷഭരിതമായ സാഹചര്യമാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത്. വീണ്ടും കനത്ത പോലീസ് സന്നാഹമാണ് ഉള്ളത്. അല്പസമയത്തിനകം ഡോക്ടർ സിസ തോമസ്, താൽക്കാലിക VC, അവർ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തും. അല്പസമയത്തിനകം മറ്റൊരു കാര്യം കൂടി സംഭവിക്കാൻ പോവുകയാണ്. കേരള ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കാൻ പോവുകയാണ്. നേരത്തെ രജിസ്ട്രാർ KS അനിൽകുമാർ നൽകിയിരുന്ന ഹർജിയാണ് പരിഗണിക്കാൻ പോകുന്നത്. തന്നെ സസ്പെൻഡ് ചെയ്തതിനെതിരായിട്ടാണ് രജിസ്ട്രാർ ഹർജി നൽകിയിരുന്നത്. പക്ഷേ ആ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ രജിസ്ട്രാർ സസ്പെൻഷനിൽ അല്ല എന്നുള്ള കാര്യവും സാങ്കേതികമായുണ്ട്. സിൻഡിക്കേറ്റ് യോഗം രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചതാണ്. പക്ഷേ വൈസ് ചാൻസലർ വീണ്ടും രജിസ്ട്രാറെ ചുമതലയിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ സസ്പെൻഷനിലാണോ അല്ലയോ എന്ന കാര്യത്തിൽ സാങ്കേതികമായുള്ള തർക്കവും നിലനിൽക്കുകയാണ്. രജിസ്ട്രാറുടെ ചുമതല മറ്റൊരാൾക്ക് നൽകിയിരിക്കുന്നു. ജോയിന്റ് രജിസ്ട്രാറുടെ ചുമതലയും മറ്റൊരാൾക്ക് നൽകിയിരിക്കുകയാണ്. സർവകലാശാല VC പോര് കനക്കുകയാണ്. അതിനിടെയാണ് സർവകലാശാല ആസ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് വൈസ് ചാൻസലർ. ഡാൻ, വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ വരേണ്ട എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടോ പോലീസിന്റെ ഭാഗത്തുനിന്ന്? SFI വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഒരുങ്ങുന്നുണ്ടോ? പോലീസിന്റെ ആ നിർദ്ദേശങ്ങളൊന്നും ഡോക്ടർ സിസ തോമസ് കണക്കിലെടുക്കാൻ വഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇതേ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരാനുള്ള സാധ്യതകൾക്കിടയിലാണ് സിസ തോമസ് ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുകയും അവരുടെ നടപടികൾ വൈസ് ചാൻസലറുടെ ചുമതലയുള്ള വ്യക്തി എന്ന നിലയിൽ അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. പക്ഷേ അതിനിടയും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ അരങ്ങേറിയിരുന്നു. SFIയുടെ നേതാക്കൾ നമ്മളോടൊപ്പം ചേരുന്നു. ആരാണ്? ഓക്കെ.